സഹനങ്ങളെ ദിവ്യകാരുണ്യനാഥന്റെ കരം പിടിച്ച് സങ്കീർത്തനമാക്കുന്ന വൈദികൻ. ഇത് തലശ്ശേരി അതിരൂപത അംഗവും ഇപ്പോൾ വിളമന സെന്റ് ജൂഡ് ചർച്ച് വികാരിയുമായ ഫാദർ ഏലിയാസ് എടൂക്കുന്നൽ. തലയിൽ 2 തവണയും പിത്താശയത്തിൽ 1 തവണയും വലിയ ഓപ്പറേഷനുകൾക്ക് വിധേയനായ ഏലിയാസ് അച്ഛൻ രോഗത്തിൻ്റെ വേദനയിലും ജീവിതത്തിൽ അനുദിനം ദർശിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ പേര് ഫാദർ ഏലിയാസ് എടൂക്കുന്നൽ. ഞാൻ തലശ്ശേരി അതിരൂപതയുടെ വിളമന ഇടവക വികാരിയാണ്. എൻ്റെ വീട് ഈ രൂപതയിലെ തന്നെ ചെടുക്കളത്താണ്. ഞാൻ അച്ഛനായിട്ട് ഏതാണ്ട് 5 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. എനിക്ക് 2 തവണ ബ്രെയിൻ ട്യൂമർ വന്നതാണ്. 2012-ലും 2017-ലും. 2018-ലാണ് ഞാൻ വൈദികനാകുന്നത്. അതിനു മുമ്പ് സെമിനാരി പഠിക്കുന്ന കാലത്ത് 2 തവണ ട്യൂമറിൻ്റെ വളരെ മാരകമായ രോഗത്തിലൂടെ കടന്നുവിടാൻ ദൈവം എന്നെ അനുവദിച്ചു. ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഈശോയുടെ സ്നേഹം അനുഭവിക്കുകയുണ്ടായി. അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്. ഞങ്ങളുടെ 2 പേരാണ്, ഞാനും എൻ്റെ അനുജത്തിയും. ഇപ്പോൾ ചാച്ചനില്ല. ചാച്ചൻ 5 വർഷം മുന്നേ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി, മരിച്ചുപോയി. അമ്മച്ചിയും പെങ്ങളുമാണ് ഇപ്പം വീട്ടിലുള്ളത്. പെങ്ങളും അവളുടെ ഭർത്താവും വീട്ടിലുണ്ട്. ഇപ്പം ഞാൻ 2004-ൽ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നു. സെമിനാരി കാലഘട്ടമൊക്കെ ആദ്യത്തെ ഏതാണ്ട് 6 വർഷക്കാലം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഈശോ എന്നെ സംരക്ഷിച്ച് മുമ്പോട്ട് പോയി. ഫിലോസഫി പഠനമൊക്കെ കഴിഞ്ഞ് റീജൻസി കഴിഞ്ഞ് 2011-ൽ ഞാൻ റോമിലേക്ക് ദൈവശാസ്ത്ര പഠനത്തിന് വേണ്ടി അയക്കപ്പെട്ടു. അവിടെ പോയി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോയി. ആദ്യത്തെ ഒരു 2-3 മാസക്കാലം വളരെ സന്തോഷകരമായിരുന്നു. പുതിയ അനുഭവങ്ങൾ, പുതിയ കാഴ്ചകൾ, ഒത്തിരി മനോഹരമായിട്ട് പോയി. പക്ഷെ അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് എൻ്റെ ചെവിക്ക് ഒരു കേൾവിക്കുറവ് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെയുള്ള ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ഇത് ചെവിയുടെ പ്രശ്നമല്ല, എൻ്റെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു MRI സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ MRI ചെയ്തപ്പോൾ വന്ന റിസൾട്ട് എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. എൻ്റെ തലയിൽ വളരെ മാരകമായൊരു ട്യൂമർ വളരുന്നുണ്ടായിരുന്നു. ഇത് നടക്കുന്നത് 2012 ജനുവരി ആദ്യവാരമാണ്. ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ്, അത്രമാത്രം ട്യൂമറിന് വളർച്ച വന്നുപോയി, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, മെഡിക്കൽ സയൻസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷെ നമുക്ക് അവസാന ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വേണം ഓപ്പറേഷൻ നടത്താം. ഓപ്പറേഷൻ യൂറോപ്പിലോ ഇന്ത്യയിലോ എവിടെ വേണമെങ്കിലും നടത്താം എന്ന് പറഞ്ഞു. എങ്കിലും എവിടെ നടത്തിയാലും റിസൾട്ട് സെയിം ആയിരിക്കും, മരണം മാത്രമായിരിക്കും റിസൾട്ട് എന്നാണ് റോമിലെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത്. അങ്ങനെ പിതാവുമായിട്ടൊക്കെ ആലോചിച്ചു. അതിനുശേഷം എൻ്റെ ഓപ്പറേഷൻ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ എറണാകുളത്തേക്ക് വന്നു, തിരിച്ചു ഇന്ത്യയിലേക്ക് വന്നു. എറണാകുളത്ത് പോയി അവിടെ ഏതാണ്ട് 9.5 മണിക്കൂറോളം എടുത്ത ഓപ്പറേഷൻ 2012 ജനുവരി മാസം 28-ാം തീയതി എൻ്റെ ആദ്യത്തെ ട്യൂമർ സർജറി എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുകയാണ്. അത് ഭീകരമായിരുന്നു. കാരണം റോമിലെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധ്യത വളരെ കുറവായിരുന്നു. എങ്കിലും ദൈവം അത്ഭുതകരമായി അത്ഭുതം പ്രവർത്തിച്ചു, എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഏതാണ്ട് 9.5 മണിക്കൂർ എടുത്ത സർജറി ആയിരുന്നെങ്കിലും പതുക്കെ ഞാൻ റെസ്റ്റൊക്കെ ചെയ്തു, ഓക്കെ ആയി. പക്ഷേ എങ്കിലും ഉടനെ തന്നെ സെമിനാരിയിലേക്ക് റീജോയിൻ ചെയ്യാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു 2 വർഷം ഒബ്സർവേഷൻ പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞ് ട്യൂമർ വരില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ സെമിനാരിലേക്ക് ചേരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ സമയത്ത് ഞാൻ തൊട്ടടുത്തുള്ള ഒരു കോളേജിൽ, എൻ്റെ വീടിനടുത്തുള്ളൊരു കോളേജിൽ പോയി MSW പഠിച്ചു. പക്ഷെ ആ സമയത്തും ഞാൻ പിതാവിനോട് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോവില്ല, ഞാൻ അച്ഛനാകാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇനി അച്ഛനായിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് പിതാവ് പറഞ്ഞു രൂപതയുടെ ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് MSW പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 2 വർഷം പഠിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് 2014 ആയപ്പോഴത്തേനും ട്യൂമർ ഒന്നും തന്നെ ഇല്ല എന്ന് ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ ഞാൻ വീണ്ടും സെമിനാരിയിലേക്ക് ചേർന്നു. പിതാവിന് തിയോളജി വീണ്ടും ഇവിടെ തൊട്ടടുത്തുള്ള കുന്നോത്ത് ഗുഷബേഡ് മേജർ സെമിനാരിയിൽ ഞാൻ തിയോളജി ആരംഭിച്ചു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ, വലിയ അസുഖങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോവുകയായിരുന്നു. ആ സമയത്തേക്ക് എൻ്റെ വലതു ചെവിയുടെ കേൾവി ഏതാണ്ട് പരിപൂർണമായിട്ടും നഷ്ടപ്പെട്ടിരുന്നു.
എങ്കിലും സാരമില്ല, ഒരു ചെവിയുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഓക്കെ ആയി മുമ്പോട്ട് പോവുകയായിരുന്നു. എങ്കിലും 2017 ഒരു ദിവസം ജൂലൈ മാസത്തിൽ ഞാൻ ബാത്റൂമിൽ തല കറങ്ങി വീണു. പെട്ടെന്ന് ആളുകൾ എന്നെ എടുത്തുകൊണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. ഡോക്ടർമാർ എന്നെ എറണാകുളത്തേക്ക് തന്നെ റെഫർ ചെയ്തു. കാരണം ആദ്യത്തെ ട്യൂമർ സർജറി അവിടെ ആയിരുന്നതുകൊണ്ട് വീണ്ടും പഴയ ഡോക്ടറെ തന്നെ പോയി കണ്ടു. അദ്ദേഹം ഒന്നുകൂടെ MRI ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ MRI ചെയ്തപ്പോൾ ട്യൂമർ വീണ്ടും വളർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പഴയതിനേക്കാളും ഭീകരമായ രീതിയിൽ വളർന്നിരുന്നു, അതിനും വലുപ്പമുണ്ടായി. ആ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, റോമിലെ ഡോക്ടേഴ്സ് ആദ്യത്തെ സർജറിയുടെ സമയത്ത് എന്നോട് പറഞ്ഞത് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ മരിച്ചു പോകുമെന്നാണ്, ഒരു സ്ഥലത്തിലും ജീവിക്കാനുള്ള സാധ്യത കൂടുതലില്ല, ഏതാണ്ട് 3 മാസത്തിനപ്പുറം പോവില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷെ അന്ന് എറണാകുളത്തെ എൻ്റെ ഡോക്ടർ പറഞ്ഞ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത്, സാരമില്ല, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം, ഏതായാലും മരിക്കാനൊന്നും സാധ്യതയില്ലെന്നാണ് പറഞ്ഞത് ആദ്യത്തെ ഓപ്പറേഷൻ്റെ സമയത്ത്. പക്ഷേ രണ്ടാമത്തെ ഓപ്പറേഷൻ്റെ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ, ഈ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് സാധ്യതകൾ വളരെ കുറവാണ്. അദ്ദേഹം പറഞ്ഞു എന്നോട്, ഞാനിപ്പോഴും കൃത്യമായിട്ട് ഓർക്കുകയാണ്, 90% മരണം ഉറപ്പാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു 9% അത് മിക്കവാറും കോമ സ്റ്റേജിൽ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഒരു ഹൈന്ദവനായ മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാക്കിയുള്ള 1% ആ 1%ത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ വീണ്ടും ജീവിതത്തിലേക്ക് വരും എന്ന് പറഞ്ഞു. ഏതായാലും അതൊക്കെ പറഞ്ഞു, ഓപ്പറേഷൻ്റെ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അന്ന് രാത്രിയിൽ തലശ്ശേരിയിലേക്ക് ബസ് കയറി. രാത്രി സമയത്താണ് തലശ്ശേരി മൈനസമായിൽ എത്തിയത്. ഞാനും എൻ്റെ രക്തസനുമുണ്ട്. അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയി. രാവിലെ എണീറ്റു. 6:30 വിശുദ്ധ കുർബാനയുണ്ട് തലശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ. ആ കുർബാനയ്ക്ക് ഞാൻ പോയി നിന്നു. പക്ഷെ മരവിച്ച മനസ്സാണ്. കാരണം ഞാൻ കൃത്യമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നെങ്കിൽ അടുത്ത വർഷം, അതായത് 2018 അച്ഛനാകേണ്ടതായിരുന്നു. അതിന് കൃത്യം 1 വർഷം മുന്നേ വീണ്ടും ഭീകരമായ ട്യൂമർ, ഒരു തരത്തിലും സർവൈവ് ചെയ്യാൻ സാധ്യതയില്ലെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. എന്തു ചെയ്യും? ഒരുപാട് ആശങ്കകൾ മനസ്സിലുണ്ട്, സാമ്പത്തികമായ ബാധ്യതകൾ മുമ്പിലുണ്ട്. ആ പൗരോഹിത്യം എന്ന വലിയൊരു സമ്മാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. പക്ഷെ അതുപോലും ഇനി കിട്ടില്ലല്ലോ എന്നുള്ള വലിയ സങ്കടത്തോടെ, ഒരു തരത്തിൽ പറഞ്ഞ നിരാശയോടെയൊക്കെ ഈശോയുടെ മുമ്പിൽ പോയിരിക്കുകയാണ്. കുർബാന തുടങ്ങി. ഞാൻ യാന്ത്രികമായിട്ട് കുർബാന പുസ്തകമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഒരു ലോഹയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കുർബാനയുടെ വെറുതെ നിൽക്കുകയാണ്. പക്ഷെ കുറച്ച് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ സർവാധിപനാം കർത്താവേ എന്നുള്ള ആ ഗീതം എല്ലാവരും കൂടി ആലപിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിൻ്റെ സൗഖ്യം എൻ്റെ ഈശോ ആ നിമിഷം എനിക്ക് തന്നു. കാരണം ഞാൻ ആ വാക്കിൻ്റെ വരികൾ ശ്രദ്ധിച്ചു. സർവാധിപനാം കർത്താവേ, അത് എനിക്ക് ആ നിമിഷം തന്നെ വലിയൊരു വെട്ടം എൻ്റെ ആത്മാവിലേക്ക് ദൈവം തന്നു. കാരണം എന്നെ സംബന്ധിച്ച്, മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ച് എൻ്റെ ട്യൂമർ വളരെ മാരകമാണ്. ഒരു തരത്തിലും ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു മരീചികയാണ്. സാമ്പത്തികമായി വലിയ ബാധ്യതകൾ എന്നെ കാത്തിരിക്കുന്നു. ഇതൊക്കെ വലുതാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ വലുത്, ഇതിൻ്റെയൊക്കെ അധിപനായ, ഈ സർവ്വപ്രപഞ്ചത്തിനെയും അധിപനായ ദൈവത്തെയാണ് ഞാൻ കുമ്പിടുന്നത്. ആ ദൈവമാണ് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ദിവികാരുണ്യമായി എൻ്റെ കയ്യിലേക്ക്, എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ പിന്നെ ഒരിക്കലും സങ്കടപ്പെടേണ്ട, ഈ ഒരു നിസ്സാരമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ശക്തമായൊരു ബോധ്യം എനിക്ക് ഈശോ ആ സമയത്ത് തന്നു. പ്രിയപ്പെട്ടവരെ, ആ സെക്കൻഡിൽ ഭയത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിലും ഞാൻ മോചിതനായി. മാനസികമായ, ആത്മീയമായ പരിപൂർണ സൗഖ്യം എനിക്ക് അവിടെ കിട്ടി. അങ്ങനെ ആ രീതിയിൽ മുമ്പോട്ട് പോയി. കൃത്യം 1 മാസം കഴിയുമ്പോൾ ഞാൻ ഓപ്പറേഷന് വേണ്ടി തയ്യാറാവുകയാണ്. 2017 ഒക്ടോബർ മാസം 9-ാം തീയതിയാണ് എൻ്റെ രണ്ടാമത്തെ സർജറിക്ക് വേണ്ടി തയ്യാറായി ഞാൻ എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്ക് പോയത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2017 നവംബർ മാസത്തിൽ എൻ്റെ രണ്ടാമത്തെ സർജറിക്ക് വേണ്ടി ഞാൻ ലെസ്സി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. നവംബർ മാസം 9-ാം തീയതി രാവിലെ 6:30-ക്കാണ് ഞാൻ സർജറി ടേബിളിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് എല്ലാവരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2 അച്ഛന്മാരുണ്ടായിരുന്നു, കുറച്ച് ബ്രദേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു കസിൻ ചേട്ടായി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി 91-ാം സങ്കീർത്തനം എനിക്ക് വേണ്ടി ചൊല്ലി. അവരോട് ഞാൻ പറഞ്ഞു 91-ാം സങ്കീർത്തനം ചെല്ലാൻ ദൈവം എനിക്ക് എന്തോ ഒരു പ്രേരണ തന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു 91-ാം സങ്കീർത്തനം ചെല്ലണം. അതിനുശേഷം അച്ഛന്മാർ 2 പേരും എന്നെ ആശീർവദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരോടും കൂടെ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം, എന്നിട്ട് പോകാം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് എല്ലാവർക്കും തന്നെ ഒരു ആശ്ചര്യകരമായിട്ട് തോന്നി. കാരണം നമ്മൾ മരണത്തിലേക്കാണ്, എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ നമ്മൾ മരണത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ എങ്കിലും ആ സമയത്ത് ഇത്ര സന്തോഷത്തോടെ സംസാരിക്കാനൊക്കെ എങ്ങനെ പറ്റുന്നു? ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കസിൻ ചേട്ടായി, അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇവനെന്താ ഒരു സിനിമയ്ക്ക് പോവുകയാണോ, എന്ത് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അതിന് കാരണം, ആ സന്തോഷത്തിനൊരു കാരണം ഉണ്ടായിരുന്നു. തലേ ദിവസം, അതായത് 8-ാം തീയതി വൈകുന്നേരം ഒരു 5 മണി സമയത്ത് ലെസ്സി ആശുപത്രിയോട് ചേർന്നുള്ള ചാപ്പലിൽ ഞാൻ പോയി. അവിടുന്ന് കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു, രോഗിലേഖനം സ്വീകരിച്ചു. വളരെ ആഹ്ലാദത്തോടെ തിരിച്ചു വന്നു. കാരണം ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഈ ഓപ്പറേഷൻ സമയത്ത് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈശോയുടെ അടുത്തായിരിക്കും. കാരണം എൻ്റെ ദിവ്യകാരുണ്യ ഈശോ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഇനി അഥവാ ഞാൻ ഓപ്പറേഷൻ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഈശോയുടെ കാസയും വിലാസയും വരുന്ന ഒരു പുരോഹിതനായി എനിക്ക് മാറാൻ പറ്റും. അപ്പോൾ ഏതൊരർത്ഥത്തിലും എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ സർജറി തുടങ്ങി കുറേ സമയമെടുത്തു. ഏതാണ്ട് 14.5 മണിക്കൂർ എടുത്ത വളരെ ദൈർഘ്യമേറിയ ഒരു സർജറി ആയിരുന്നു. പക്ഷേ എങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചു ഒരുപക്ഷെ മരിച്ചു പോകുന്നൊക്കെ കരുതിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. തിരിച്ച് വിശ്രമിക്കാൻ ആശുപത്രിയിൽ തന്നെ ഏതാണ്ട് 2 ആഴ്ചയോളം ചെലവഴിച്ചു. ആ സമയത്ത് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഏകദേശം ഒരു നമുക്ക് ബോധമൊക്കെ കിട്ടി, നമുക്ക് സംസാരിക്കാറൊക്കെ ആയി. ആ സമയത്ത് എന്നെ ചികിത്സിച്ച ഒരു ഡോക്ടർ കൃഷ്ണദാസ്, അദ്ദേഹം കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ന്യൂറോ സർജന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ റൗണ്ട്സിന് എൻ്റെ മുറിയിൽ വന്നു. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈശോ എങ്ങനെയാണ് ആ സർജറിയുടെ സമയത്ത് എന്നെ തൊട്ടത് എന്നുള്ളൊരു സാക്ഷ്യം. അദ്ദേഹം പറഞ്ഞു, രാവിലെ സർജറി തുടങ്ങി, ഏകദേശം ഒരു 5 മണി സമയമായപ്പോഴേക്കും ഒരു തരി പോലും ട്യൂമർ അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. പരമാവധി അവർ ശ്രമിച്ചു. ഒരു മെഡിക്കൽ ടീമാണ് നോക്കുന്നത്, പക്ഷേ ഒരു തരത്തിലും ട്യൂമർ പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ നമുക്കറിയാമല്ലോ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും ട്യൂമർ പുറത്തിറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ പിന്നെ രോഗി മരണത്തിലേക്ക് പതുക്കെ നീങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡോക്ടേഴ്സ് പൊതുവായിട്ട് തീരുമാനിച്ചു, ഈ ഓപ്പറേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക, ഡെത്ത് പുറത്ത് അനൗൺസ് ചെയ്യുക, അതല്ലാതെ മറ്റൊന്നും അവരുടെ മുമ്പിലില്ല. അവ ഏകദേശം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ ഡോക്ടർ പറയുകയാണ്, ഒരു അക്രൈസ്തവനായ ആ മനുഷ്യൻ എന്നോട് പിന്നെ വന്ന് സാക്ഷ്യമായിട്ട് പറയുകയാണ്, ഒരു 5:30 സമയത്ത് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല, പക്ഷേ ഏതോ ഒരു അദൃശ്യ ശക്തി എൻ്റെ കൈ നിയന്ത്രിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ അദ്ദേഹം പറയുകയാണ്, പെട്ടെന്ന് കമാൻഡുകൾ കൊടുക്കാൻ തുടങ്ങി, വളരെ റൈറ്റ് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ജൂനിയർ ഡോക്ടർമാരും സ്റ്റാഫും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ 8:30 എൻ്റെ ട്യൂമർ പൂർണ്ണമായിട്ടും തന്നെ റിമൂവ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പാണ്, തീർച്ചയായിട്ടും അതെൻ്റെ ദൈവമായിരുന്നു, എൻ്റെ തമ്പുരാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ്. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞു, അങ്ങനെ സർജറി റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 1.5 മാസത്തിന് ശേഷം തലശ്ശേരി അതിരൂപതയുടെ ഔദ്യോഗിക ധ്യാന കേന്ദ്രമായ മദർ ഹോമിൽ ഞാൻ ധ്യാനിക്കാൻ പോയി. ആ സമയത്ത് ഒരു ദിവ്യകാരുണ്യ കൗൺസിലിങ്ങിന് വേണ്ടി ഞാനൊരു ആത്മായ സഹോദരൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾ 2 പേരും കൂടെ ഈശോ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് എന്നെപ്പറ്റി അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ബ്രദറാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹം കണ്ണടച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുകയാണ്, അച്ഛൻ്റെ ഓപ്പറേഷൻ തിയേറ്ററാണ് ഞാൻ കാണുന്നത്.
ആ സമയത്ത് ഞാൻ കാണുന്നത് അച്ഛൻ കിടക്കുന്ന ടേബിളിൻ്റെ മുകളിലായി പരിശുദ്ധ അമ്മയും ഈശോയും അവിടെ നിൽക്കുന്നു. പരിശുദ്ധ അമ്മ ഡോക്ടറുടെ കൈ പിടിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ് ഞാൻ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതേ കാര്യം തന്നെയാണ് ആ ഡോക്ടർ 1.5 മാസം മുമ്പ് ആശുപത്രിയിൽ വെച്ച് റൂമിൽ വെച്ച് എന്നോട് പറഞ്ഞ കാര്യം. ഏതോ ഒരു അദൃശ്യ ശക്തി എൻ്റെ കൈ നിയന്ത്രിച്ചുവെന്ന്. എനിക്ക് ഉറപ്പാണ് ആ അദൃശ്യ ശക്തി നമ്മുടെ ദിവികാരുണ്യ ഈശോയും പരിശുദ്ധ അമ്മയുമായിരുന്നു. അതുകൊണ്ട് ആ വലിയൊരു ബോധ്യത്തിലേക്ക് ദൈവം എന്നെ കടത്തിവിടുകയായിരുന്നു ആ നാളുകളിലൂടെയൊക്കെ. അതിനുശേഷം പിന്നീടും ഞാൻ കുറച്ച് നാളുകൂടെ വിശ്രമിച്ചു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ സെമിനാറിലേക്ക് തിരിച്ചുപോയി. സാധാരണഗതിയിൽ ആദ്യത്തെ ട്യൂമർ അവർ മാറ്റിയപ്പോൾ ഏതാണ്ട് 60% ട്യൂമറെ എടുക്കാൻ സാധിച്ചുള്ളൂ. ബാക്കി ട്യൂമർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് പക്ഷേ രണ്ടാമത്തെ ട്യൂമർ വന്നപ്പോഴത്തേനും അതിൻ്റെ ട്യൂമറിൽ ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ്റെ പ്രശ്നം കൊണ്ടാണ് ട്യൂമർ മൊത്തം റിമൂവ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ രണ്ടാമത്തെ ട്യൂമർ ആദ്യത്തേതിനേക്കാളും ഭീകരമായിരുന്നെങ്കിൽ കൂടി ഏതാണ്ട് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയത് 90% ട്യൂമർ അവർക്ക് റിമൂവ് ചെയ്യാൻ സാധിച്ചു. ഒരല്പം മാത്രമേ അവർ ബാക്കി വെച്ചുള്ളൂ. അപ്പം അതിനർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെഡിക്കൽ സയൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് 60% ട്യൂമറെ മാറ്റിയുള്ളൂ. പക്ഷേ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തപ്പോൾ ട്യൂമർ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ എടുത്തു മാറ്റാൻ സാധിച്ചു. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, ആർത്തുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡിൽ ഈ കാസയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതുപോലെ ഓപ്പറേഷനൊക്കെ സക്സസ് ആയിരുന്നു. പക്ഷേ എങ്കിലും സാങ്കേതികമായി എനിക്ക് തിരുപ്പട്ടം തരാൻ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം സഭയുടെ നിയമം അനുസരിച്ച് ഒരു പൂർണ്ണ പുരുഷനെയാണ് വൈദികനാക്കുന്നത്. ഞാൻ ആദ്യമേ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, എൻ്റെ ഒരു ചെവിയുടെ കേൾവി പോയി. രണ്ടാമത്തെ സർജറിയുടെ ഫലമായി ഒരു കണ്ണിൻ്റെ കാഴ്ചയും പോയി. അതേപോലെ ഈ വലത്ത് കൈ തളർന്നുപോയി. അപ്പം അങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇനി ഇതെങ്ങനെ മുമ്പോട്ട് പോകും, ജീവിതം തിരിച്ചു കിട്ടിയെങ്കിലും. പക്ഷെ എൻ്റെ ആഗ്രഹം അതല്ല. ഒരു തവണയെങ്കിലും പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ഒരു തവണയെങ്കിലും ഈ കാസയെ ഉയർത്തുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ ആശുപത്രി കിടക്കയിൽ എന്നെ കാണാമെന്ന അച്ഛന്മാരോട്, പ്രത്യേകിച്ച് എൻ്റെ റെക്ടറസിനോടൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. മരിച്ചു പോകുന്നതിന് എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഒരു തവണയെങ്കിലും ഒന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് മരിക്കണം എന്ന് പറഞ്ഞു. പാവം അച്ഛൻ എന്നെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാരമില്ല, ദൈവം തീരുമാനിക്കട്ടെ, നമ്മുടെ ഇഷ്ടത്തിനപ്പുറത്ത് ഈശോയ്ക്കൊരു പദ്ധതിയുണ്ടല്ലോ, നീ അതിനുവേണ്ടി കാത്തൊരുങ്ങുക, പ്രാർത്ഥിച്ചൊരുങ്ങുക എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. എങ്കിലും പിന്നീട് ഞാൻ മനുഷ്യ സെമിനാരിയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഏതാണ്ട് 1.5 മാസത്തോളം ഞാൻ റെസ്റ്റ് എടുത്തു. ആ സമയത്ത് വൈകുന്നേരങ്ങളിൽ 4 മണി 4:30 സമയത്തൊക്കെ ബാക്കി സെമിനാരി കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് മനുഷ്യ സെമിനാരിക്കാരെല്ലാവരും കളിക്കാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല. എങ്കിലും പതിയെ ഏറ്റവും പുറകിൽ, ദേവാലയത്തിൻ്റെ പുറകിൽ ഞാൻ പോയിരിക്കും. എന്നിട്ട് വിശുദ്ധ കുർബാനയിലുള്ള സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, തൊട്ടടുത്ത് പരിശുദ്ധ അമ്മയുമുണ്ട്. ഈശോയെയും പരിശുദ്ധ അമ്മയും ഞാനിങ്ങനെ നോക്കിയിരിക്കും, കണ്ണീരോടെ ഇങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയെ ഒരു തവണയെങ്കിലും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് അവസരം തരണേ. അതിനുശേഷം ഞാൻ മരിക്കാൻ തയ്യാറാണ്. മരിക്കാൻ എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷെ ഒരു തവണയെങ്കിലും പരിശുദ്ധ കുർബാന ഒന്ന് അർപ്പിച്ചിട്ട് മരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുകയാണ്. കാരണം ഞാൻ അച്ഛനായിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞു. ഏകദേശം 2000-ഓളം വിശുദ്ധ കുർബാനകൾ ഞാനിപ്പോൾ തന്നെ അർപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരൊറ്റ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിരുന്നു ഞാൻ ഈശോയോട് അപേക്ഷ വെച്ചത്. പക്ഷേ എൻ്റെ ഈശോ എത്ര കാരുണ്യവാനാണ്. നമ്മുടെ ഈശോ കരുണ മാത്രമാണ്. അതുകൊണ്ട്
ആ തമ്പുരാൻ എണ്ണമില്ലാത്തത്ര വിശുദ്ധ കുർബാനകൾ അർപ്പിക്കാൻ എന്നെ ഇന്ന് വരെ അനുവദിച്ചു. ഇന്ന് രാവിലെയും കൂടി ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇനിയും ദൈവം തിരുമനസ്സാകുന്ന കാലത്തോളം വിശുദ്ധ കുർബാനകൾ ഞാൻ അർപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ റെസ്റ്റൊക്കെ അവസാനിപ്പിച്ചു. സെമിനാരിലേക്ക് തിരിച്ചുപോയി. പഠനമൊക്കെ വീണ്ടും തുടങ്ങി. അവസാന കാലഘട്ടമാണ്. തിയോളജി പഠനത്തിൻ്റെ അവസാനം. പരീക്ഷകളൊക്കെ എഴുതി. പരീക്ഷകളൊന്നും എഴുതാൻ എനിക്ക് പറ്റില്ല, എന്നെ കൈ തളർന്നു പോയതുകൊണ്ട്. പക്ഷേ എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഞാൻ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്യുകയും ഓറൽ എക്സാം എനിക്ക് വേണ്ടി അച്ഛന്മാർ പ്രത്യേകം കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2018 മാർച്ച് മാസത്തിൽ ഞാൻ ഡീക്കൻ പട്ടം സ്വീകരിച്ചു. പിന്നെ പട്ടത്തിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കങ്ങളായി. പട്ടത്തിന് ഡേറ്റൊക്കെ തീരുമാനിച്ചു. 2018 ഡിസംബർ 26 ആണ് എൻ്റെ പട്ടം തീരുമാനിച്ചത്. പക്ഷേ ഓഗസ്റ്റ് മാസമായപ്പോഴത്തേക്കും സെമിനാരിയിൽ എല്ലാവരും, പ്രത്യേകിച്ച് ഡീക്കന്മാരെല്ലാവരും പട്ടത്തിന് വേണ്ടിയുള്ള അടുത്ത ഒരുക്കത്തിലാണ്. പ്രത്യേകിച്ച് എല്ലാവരും പാട്ട് പാടി ഒരുങ്ങുകയാണ്. കാരണം പാട്ട് കുർബാന ചെല്ലേണ്ടതുണ്ട്. വിവിധ ട്യൂണുകളുണ്ട്, നമുക്കറിയാം. അത് നല്ല പാട്ടുകാർ എല്ലാ ട്യൂണും പ്രാക്ടീസ് ചെയ്യുന്നു. ഇനി അത് അത്ര കഴിവില്ലാത്തവർ കുറച്ചെങ്കിലും ഏതെങ്കിലുമൊക്കെ പാടി മനോഹരമായിട്ട് വിശുദ്ധ കുർബാന ചെല്ലാൻ വേണ്ടി അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. പക്ഷേ എൻ്റെ കാര്യം വളരെ ദയനീയമായിരുന്നു ആ സമയത്ത്. കാരണം പാട്ട് എന്നുള്ള കാര്യം എൻ്റെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല. എനിക്ക് പാട്ട് പാടാൻ ഒരു കഴിവുമില്ല. അപ്പം ശരിക്കും ഞാൻ ഓർക്കുകയാണ്, ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് പാട്ടൊന്നും പാടൽ ശരിയാകുന്നില്ലല്ലോ, പ്രത്യേകിച്ച് ഓർഗൺ ഇട്ടൊന്നും പാട്ട് പാടാൻ എനിക്ക് പറ്റുന്നില്ല. അമ്മയും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ ബാബു അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഞാൻ അങ്ങനെയൊക്കെ തന്നെ ഏതാണ്ട് ഇങ്ങനെ പാടി ഒപ്പിക്കാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഞാനന്ന് പുത്തൻ കുർബാന ചെല്ലാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ തിരുപ്പട്ടം കിട്ടി. തിരുപ്പട്ടത്തിന് ശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി ഞാൻ അൾത്താരയിലേക്ക് വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നിമിഷം നിങ്ങൾ പറഞ്ഞാൽ എത്രമാത്രം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സംഗീതം എന്ന ഒരു ഗിഫ്റ്റ് കൊണ്ട് ദൈവം എന്നെ അഭിഷേകം ചെയ്തു. പിന്നെ വളരെ ആഘോഷമായി. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അതിമനോഹരമായി പാട്ടുകുർബാന ഞാൻ ചൊല്ലി. അതിനുശേഷം ഇന്ന് വരെ എല്ലാ ട്യൂണുകളും പാടാനുള്ള, വിശുദ്ധ കുർബാനയുടെ പല ട്യൂണും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. എല്ലാ ട്യൂണിലും വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ, മനോഹരമായി തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ, അതായത് പാട്ട് മനോഹരമായി പാടി അർപ്പിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു. അത് ദൈവം നൽകിയ വലിയൊരു സമ്മാനമായിരുന്നു. തിരുപ്പട്ടത്തോടനുബന്ധിച്ച് ദൈവം നൽകിയ വലിയൊരു സമ്മാനമായിരുന്നു. പട്ടത്തിന് ശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പായി നമ്മൾ എല്ലാവർക്കും നവപുരോഹിതൻ നന്ദി പറയുന്ന ഒരു അവസരമുണ്ട്. എൻ്റെ നന്ദി പ്രസംഗം ഞാൻ തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു: മരണക്കിടക്കയിൽ നിന്നും ബലിവീതിയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഈശോയ്ക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോഴും ഇതേ കാര്യം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. മരണക്കിടക്കയിൽ കിടന്ന്, പ്രത്യേകിച്ച് 2017 ഒക്ടോബർ മാസം 9-ാം തീയതി യഥാർത്ഥത്തിൽ മരണക്കിടക്കയിൽ കിടന്ന എന്നെ 2018 ഡിസംബർ മാസം 26-ാം തീയതി നമ്മുടെ കരുണമാത്രമായ ഈശോ, നിത്യപുരോഹിതനായ ദിവികാരണ ഈശോ വിശുദ്ധ പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ചു. അതായത് മരണക്കിടക്കയിൽ നിന്നും അവിടെ നിന്നെ ബലിവീതിയിലേക്ക് ഉയർത്തി. സ്നേഹമുള്ളവരെ, തിരുപ്പടുന്ന സമയത്ത് മെത്രാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കുറവുകളെ സദാ പരിഹരിക്കുന്ന കർത്താവിൻ്റെ കൃപ നിന്നിൽ ഉണ്ടാകട്ടെ എന്നൊരാശംസാ പ്രാർത്ഥനയാണ്. അത് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്തൊക്കെ എപ്പോൾ പറഞ്ഞാലും എപ്പോൾ സംസാരിച്ചാലും എനിക്ക് എൻ്റെ കണ്ണ് നിറയും. മെത്രാൻ പട്ടം തന്ന് ഔദ്യോഗികമായി ആ പ്രാർത്ഥന ചൊല്ലിയപ്പോഴും ഞാൻ കരയുകയായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറാൻ പോകുന്ന ഒരു കാര്യമാണ് അത് എന്ന്, ആ ആശംസ എന്ന് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു. എനിക്ക് പട്ടം നൽകിയത് അഭിവന്യ ജോർജ് ഞാർലക്കാട്ട് പിതാവാണ്. പിതാവ് തിരുപ്പട്ടത്തിനിടയ്ക്ക് നൽകിയ ഒരു സന്ദേശം ഇങ്ങനെയാണ്. ഒരു പ്രവചനം പോലെ അദ്ദേഹം പറയുകയായിരുന്നു: നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ നവവൈദികൻ ഏലിയാസിന് ഒത്തിരി കുറവുകളുണ്ട്. കണ്ണിൻ്റെ പ്രശ്നമുണ്ട്, ചെവിക്ക് പ്രശ്നമുണ്ട്, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പാണ്, എവിടെ ഈ അച്ഛൻ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടുന്നുവോ അവിടെ പരിശുദ്ധാത്മാവ് ഈ അച്ഛന് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ഞാൻ ഓർക്കുകയാണ്. ഇന്നും എനിക്ക് ആ സാക്ഷ്യം മാത്രമേ പറയാനുള്ളൂ. എന്തൊക്കെ ചെയ്യാൻ എന്നെ ദൈവം നിയോഗിച്ചോ, പൗരോഹിത്യത്തിൽ എന്തൊക്കെ കടമകൾ എനിക്ക് ദൈവം വെച്ച് നീട്ടിയോ, അതെല്ലാം ഇതിൻ്റെ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ, അതായത് കുറവുകൾ മാത്രമുള്ള എനിക്ക്
നിറവുകളാക്കി ഓരോ അനുഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളും ഈശോ വച്ചു നീട്ടുകയായിരുന്നു. നിത്യപുരോഹിതൻ്റെ വലിയ സമ്മാനം, അതിന് എങ്ങനെ നന്ദി പറയും? സങ്കീർത്തകൻ പറയുന്നത് പോലെ ദൈവത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയും? രക്ഷയുടെ കാസ ഉയർത്തി ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. രഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ഞാനിപ്പോൾ തലശ്ശേരി അതിരൂപതയിലെ വെളമന പള്ളിയുടെ വികാരിയാണ്. ഇടവക ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകും. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയട്ടെ, ഈശോയോട് ആലോചിക്കാതെ ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ല. ആളുകളോട് ഒരു നിർദ്ദേശം പറയുന്നതിന് മുമ്പ് ഈശോയെ വായിച്ച് കേൾപ്പിച്ചിട്ടാണ് ഞാൻ പോയി പറയുന്നത്. അതെല്ലാം മനോഹരമാക്കി തമ്പുരാൻ തീർക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലും ഒരുപക്ഷെ ഇങ്ങനെ നടക്കില്ല എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. ഒരുപക്ഷെ ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടാവും. ഇനി എന്താകുമെന്നുള്ള ആശങ്കകൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഒന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഉറപ്പ് പറയുന്നു, ദിവികാരുണ്യ ഈശോയ്ക്ക് കൃത്യമായ ഒരു പദ്ധതി നമ്മളെ എല്ലാവരെയും പറ്റിയുണ്ട്. നമുക്കൊന്ന് മാത്രം ചെയ്താൽ മതി. ആ ദിവികാരുണ്യത്തിന് മുമ്പിൽ ശാന്തമായി ഇരുന്നാൽ മാത്രം മതി. ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി എനിക്കൊരു പ്രശ്നമുണ്ടായതായി തോന്നുമ്പോഴും ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുമ്പോഴും ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എഴുതി സക്രാരിക്കുള്ളിൽ വയ്ക്കും. ഈശോയ്ക്കത് കൊടുക്കും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഈശോ നോക്കിക്കോളും. പ്രിയപ്പെട്ടവരെ, എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അതുമാത്രം നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ യാചിക്കുകയാണ്. ഒരു നല്ല വിശുദ്ധിയുള്ള ഒരു പുരോഹിതനായി, ഈശോയ്ക്കും ജനങ്ങൾക്കും പ്രിയപ്പെട്ട ഒരു പുരോഹിതനായി തീരാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദിവികാരുണ്യ ഈശോ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ